ടോട്ടൽ വലിയൊരു അരിപ്പയൊക്കെ ഉണ്ട്. കുത്തി നിറയ്ക്കും. ഒരു കവറ്, ഒരു 50 പൈസേൻ്റെ കവറ് മൊത്തത്തിൽ ഐസാണ് നിറച്ചിട്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം തായ്ലാൻഡ് പട്ടായ. അപ്പോൾ നമ്മളെ ആണുങ്ങളുടെ പരദീസയായ പട്ടായയിൽ നിന്ന് തിരിച്ച് നമ്മൾ ബാങ്കോക്കിലോട്ട് തിരിച്ചു പോവുകയാണ്. അവിടുന്ന് വേണം നമുക്ക് നോർത്ത് തായ്ലാൻഡിലോട്ടായ ചാങ് റായ് അങ്ങോട്ടേക്കൊക്കെ പോകാൻ. അപ്പോൾ നമ്മളുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെ ബസ്സിൽ കയറിയിട്ട് പട്ടായ ടു ബാങ്കോക്ക് ടു പട്ടായ പോകണമെങ്കിൽ നമ്മളിവിടെ നോർത്ത് പട്ടായ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ടാക്സി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബൈക്ക് സ്കൂട്ടർ ബുക്ക് ചെയ്യുക. ബോൾട്ട്, ഇതിന് ആപ്പ് നല്ലത് ബോൾട്ടാണ്. അതിൽ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. അബി അതാ ക്യൂ നിൽക്കുന്നുണ്ട്. ഇത് ഇക്കിമായി, അവിടെ മോച്ചിറ്റ്. അപ്പോൾ 2 ബസ് സ്റ്റേഷനാണ് ബാങ്കോക്കിൽ മേജറായിട്ടുള്ളത്. പിന്നെ എയർപോർട്ടിലോട്ടുള്ള ബസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്കിമായിലോട്ടാണ് എടുക്കുന്നത്. 2 ടിക്കറ്റ്, ഒരാൾക്ക് 148 ബാത്താണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, നേരെ പിന്നെ ബസ് അവിടെ ഉണ്ടാവാം. ബസ്സിലോട്ട് കയറി പോകുന്നു. ഇവിടെ പിന്നെ കുഞ്ഞു വാന്, ബൈക്ക് ടാക്സികൾ, ഇവിടെ വന്ന് ഇറങ്ങുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ വരെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പട്ടായ ലൈഫ് ഇവിടെ തീരുകയാണ്. 2 ദിവസം പിന്നെ വെള്ളടി ഒന്നുമില്ലാത്തവരൊന്നും ഇവിടെ വന്നിട്ട് വലിയൊന്നും ചെയ്യാം. അല്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ. ഓരോരുത്തരുടെ ആസ്വാദനം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ. സോ ഞാൻ മൈക്ക് പിടിപ്പിച്ചില്ല, ഇന്നലെ മൈക്ക് മേടിച്ചെങ്കിലും. എത്ര രൂപയാടാ? 148 രൂപ. ആ വേണ്ട, സീറ്റ് മിസ്സാണ്ട. സീറ്റ് നമ്പർ ഉണ്ടോ? അല്ല, 10:30. അയ്യ വാ, ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അല്ലേ. ഫുള്ളി എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ട് എന്താണ്? എവിടെ? ബസ്സിനകത്താണോ? ബസ് നമ്പർ ഉണ്ടോ? എങ്ങനെ മനസ്സിലാക്കാം? നോട്ടെ ടിക്കറ്റ് പോയാൽ മതി നമുക്ക്. സീറ്റ് നമ്പർ 37, 38. ഏറ്റവും പുറകിലാ. പണിഞ്ഞടാ. എനിക്ക് ഭാഷ അറിയത്തുണ്ട്, അവരെല്ലാം ചൂണ്ടിക്കാണിക്കും അത്രയും. ഇല്ല, പണിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. സീറ്റ് നമ്പർ കാണുമ്പോഴാണ് അറിയത്തില്ല. എന്തായാലും ബസ് നമ്പർ എവിടെ? ആരും കയറാൻ തുടങ്ങിയില്ല. 10 ചൂണ്ടിക്കാണിച്ചു. ബസ് നമ്പർ 4852. എവിടെ? 4252. ഓക്കെ, അതോടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. നമ്മളിവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. എന്തായാലും 10:07 ആയിട്ടുള്ളൂ. 10:30 വരെ ടൈമുണ്ട്. ഒടുക്കത്തെ പൈസയാ വേണോ? ജ്യൂസ് എടുത്ത് ഇതിനകത്ത് കയറിയാലോ. 100. റൈസ് സ്റ്റോപ്പ് വിത്ത് കറി 50 രൂപ. സ്റ്റോപ്പ് വിത്ത് കറി എന്തുവാ? റൈസിൻ്റെ മടക്കത്തിന് തരുമായിരിക്കും. വേണോ? വേണമെങ്കിൽ പറഞ്ഞു. എല്ലാവരും ഇത് ജ്യൂസും ഇല്ലേ, മറ്റേ ജ്യൂസ് കിട്ടി കഴിഞ്ഞാൽ അത് കുടിച്ചോണ്ട്. ജ്യൂസ് ഇല്ല ഇവിടെ. ആ കടയിലുണ്ടോ? എടാ, റൈസ് ടോപ്പ്ഡ് വിത്ത് 2 കറീസ് ഉണ്ട്, 60 ബാത്ത്. റൈസ് ടോപ്പ്ഡ് വിത്ത് 3 കറി 70 ബാത്ത്. 1 കറി മതി. ദിസ് വൺ റൈസ് ടോപ്പ്ഡ് വിത്ത് 1 കറി 2. എന്ത് കറി? കറി ചിക്കൻ. ആ, ഓക്കെ. ഒടുക്കത്തെ കൂടുതലാണ്. റൈസ് കുറച്ച് കൂടിപ്പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല. നിനക്കെന്താ ഉണ്ട്? ഇതാണ് സാധനം. 50 ബാത്ത് ഗൈസ്. 50 ബാത്ത് കുറച്ച് കൂടിപ്പോയി. സ്പൂണും കാര്യങ്ങളൊക്കെ എടുക്കണം. കൈ കൊണ്ടൊന്നും കഴിക്കാൻ ഇവിടെ എടുക്കില്ല. അപ്പോൾ ഒരു സ്പൂണ്, ഒരു ഫോർക്ക്. നീ എന്തെടുത്ത്? ചിക്കൻ തന്നെ. വേറെ ആണല്ലോ. ചിക്കൻ അല്ലത്. ചിക്കൻ
പോർക്ക് പോലെ ഉണ്ട് കണ്ടിട്ട്. സോ ആസ്വദിച്ചിട്ട് ഇത് കഴിക്കട്ടെ. ഇത് വയറ് നിറയുമോ എന്നറിയില്ല. നോട്ടെ, ബാംബു ഷൂട്ടിൻ്റെ ചോയാണെന്ന് നോട്ടെ. പക്ക ബാംബു ഷൂട്ട് റാം. നീ ഇതിന് ആ കളർ മേടിക്കാൻ പോയി. ഈ കളർ വിഷയമാണ്. ഈ കളർ ചിക്കനാ. ഇത് ലിവറാണോ? ആ നോക്കട്ടെ. ഒരുപടി തെറിക്കോ? തെറിച്ച്. ഞാനാണെങ്കിൽ വിചാരിച്ചു നിന്റെ നല്ല രസമുണ്ട്. എനിക്ക് കളർ കാണുമ്പോഴേ. അപ്പോൾ കഴിച്ചിട്ട് കാണാം. നമ്മളെ ബസ് എടുക്കുന്ന ടൈമായി. 10:20 ആയപ്പോഴാണ് വണ്ടിയിൽ കയറ്റി തുടങ്ങിയത്. നമുക്കൊരു വേസ്റ്റ് കൊണ്ടിടാൻ. അപ്പോൾ അതാ ബസ് അതാ. ഇന്ത്യക്കാരുണ്ട്, അധികം ടൂറിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ അതിലുള്ളത്. ലോക്കൽസിനെക്കാട്ടും കൂടുതൽ ടൂറിസ്റ്റുകളാണ്. നമ്മളതാ ടിക്കറ്റ് കാണിച്ചിട്ട് ഇപ്പം അകത്തോട്ട് കയറും. എയർപോർട്ട് സെറ്റപ്പ് അല്ലേ? ഓക്കെ, താങ്ക് യു. അവിടെ ഈ സീറ്റ് നമ്പർ ഉണ്ട് കേട്ടോ. 38 ഏറ്റവും ലാസ്റ്റ് സീറ്റാണ് ഇവൻ ബുക്ക് ചെയ്തത്. എൻ്റെ എത്രയാ? 38? 37. അല്ല, എൻ്റെ 37 അല്ല 38. 37 ആയിരിക്കും. 38. നമ്മളിട്ട് പുറകിൽ നമ്മളേറ്റവും പുറകിൽ കൊണ്ടാക്കി. നമ്മളെടുക്കുന്നതിന് ഇല്ലായിരിക്കും. ഇല്ല, നമ്മളെ പുറകിലൊക്കെ എത്രയോ പേര് കൊണ്ടായിരുന്നു. നമ്മളെ ചാമ്പ്യൻ എന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വരുത്തുന്നു. കാരണം എല്ലായിടത്തും ഒരു റേസിസ്റ്റ് ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അവരറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടിക്കറ്റ് തന്നാണ്. ഫ്രണ്ടിലത്തെ സീറ്റ് നല്ല വെളുത്ത ആൾക്കാർക്ക് കൊടുക്കും. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും പുറകെ. അവിടെതാ പട്ടായ വീഡിയോയാണ്. 2 ദിവസം മുന്നെയാണ് വന്നത്. ഇന്ന് തിരിച്ചു പോവാണ് കേട്ടോ. പട്ടായ നോർത്ത് ബസ് സ്റ്റാൻഡ് ടെർമിനലിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. നേരെ ഇനി ബാങ്കോക്ക്. എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കുമായിൽ വന്നിട്ട് തന്നെ ബസ് കയറാൻ നോക്കുക. ബാങ്കോക്കിൽ നിന്ന് ഇക്കുമായിൽ നിന്ന് പട്ടായയിലോട്ട് കയറുക, പട്ടായ നോർത്തിൽ നിന്ന് ഇക്കുമായിലോട്ട് കയറുക. അതായിരിക്കും ഏറ്റവും നല്ല ചോയ്സ് കേട്ടോ. ബസ് കയറാൻ വരുന്നവരോട് പ്രൈസും കുറവാണ്, വലിയ ബസ് വരും. നമ്മളങ്ങനെ തിരിച്ച് ബാങ്കോക്ക് തിരിക്കുകയാണ്. ഇക്കുമായ സ്റ്റേഷനാണ്. എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പണ്ട് ഇവിടെ വന്നത്. കൊള്ളാം. ഇനി നമ്മളിവിടെ നിന്ന് നമ്മളെ ബാഗൊക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിലോട്ട് പോകണം. സോ നമ്മൾ ഇനി ഇവിടുന്ന് ബസ് എടുത്തിട്ട് നമ്മൾ ആദ്യം വന്നപ്പോൾ നിന്ന് അതേ ഹോട്ടലിലോട്ടാണ് നമ്മൾ വീണ്ടും നിൽക്കാൻ വേണ്ടി പോകുന്നത്. കുഷ്വാൻ റോഡ്. അവിടെ സുഖമാണ്. അവിടെ എല്ലാം ഞങ്ങളിപ്പോൾ 2 ദിവസം കൊണ്ട് പഠിച്ചുകൊണ്ട് നമുക്കറിയാം എന്തൊക്കെ സാധനം എവിടെയൊക്കെ കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ ബസ് എടുത്തിട്ട് പോവുകയാണ്. മേലെ കൂടെ ഇതാ മെട്രോ പറന്ന് പോകുന്നുണ്ട്. ആദ്യമായിട്ടൊരു മഴയ്ക്ക് ഒരു ചാൻസ് ഉള്ള പോലെ ഉണ്ടല്ലേ എന്ന്. സോ ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. അപ്പം ഇവിടുന്ന് വേണം നമുക്ക് കയറി പോവാൻ. 1 മണിക്കൂർ എടുക്കൂടാ. ബ്ലോക്ക് കാരണം 1 മണിക്കൂർ എടുക്കും. സംഭവം 9-10 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ? 1 മണിക്കൂർ 18 മിനിറ്റ്. 1 മണിക്കൂർ 18 മിനിറ്റ്. നമ്മൾ ബസ് വന്നിട്ട് കയറിയിട്ട് അങ്ങോട്ട് പോകും. നമ്മൾ റൂമിലേക്ക് എത്തി. ഫുള്ള് ഫ്രഷായി. ഇവിടെ ഇങ്ങനെ ഇരിപ്പാണ്. ഇവിടെ വന്നിട്ട് ദിസ് ഗായ് ഈസ് മൈ ഫാൻ. നോ സോ ഹായ്. Subscribe to Yasin. താങ്ക് യു. ഇപ്പോൾ നമ്മളെ പുതിയ ഫ്രണ്ടാണ്. ഈസ് ഫ്രം ഫിലിപ്പീൻസ്. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇട്ടിട്ട് ഞങ്ങൾ ആദ്യം നിന്ന് അതേ സെയിം സ്ഥലം കാണിച്ചു കൊടുക്കുക കേട്ടോ.
കൊള്ളാം. ഈ സമയത്ത് നമ്മൾ ഈ റൂമിലാണ് നിന്നത്. അന്ന് അല്ല ഇന്നിപ്പോൾ അവിടെ നിൽക്കുന്നത്, അന്ന് ആ റൂമിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കുക. എന്തായാലും കൊള്ളാം. അപ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും പണി ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഉണ്ട് പൊളി സാധനം. സോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് തായ്ലാൻഡിൽ തുക് തുക് ട്രൈ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പം നോക്കട്ടെ ഒരു റൗണ്ടിന് എങ്ങനെ ചോദിക്കും. ചോദിക്കും ഇങ്ങനെ ഒരു കറങ്ങാൻ. that one. Long. No, wait. Let's. മറ്റേ വണ്ടി രസമില്ല, ആ വണ്ടി പിടിക്കാം. One round, how much? 1 hour. No. Where you go now? No, just one round. How long? Looking around. No. One round. I'll come back. Yes. How much? How long? No. 100 baht. 100? Yeah. 80 baht. 80 baht? Yeah. 80 baht, fine. But only this round. What to do? Take? More. 10 minutes. How many? How much? 10 minutes. 170. 40. 10 minutes. Yeah. 170 baht. You drop here? Yeah. Okay. We come back. Okay. 10 minutes. 40. 120 baht. Okay? So guys, ഞങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ട്. ഓക്കെ. ഇല്ല, അയാൾ പതുക്കെ പോകുന്നത്. സ്പീഡില്ല. ഫസ്റ്റ് ഗൈസ്. കൊള്ളാം. ഫാസ്റ്റ് എന്ന് പറഞ്ഞാലോ സിഗ്നൽ കഴിഞ്ഞിട്ട് പോരാ. ഗൈസ്, ഇതുപോലത്തെ വണ്ടികൾ ഒരുപാടുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് ഭാഷ സംസാരിച്ചിട്ട് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്താക്കാൻ വണ്ടി കയറാൻ. നല്ല ഫാസ്റ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വണ്ടിക്കും നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ ചവിട്ടാനൊക്കെ ഇങ്ങനെയാട്ടോ, ഇങ്ങനെ ഇരിക്കണം. രസമുണ്ടല്ലേ? അപ്പുറത്തൊരു വണ്ടി പോകണമെങ്കിൽ fast. ഗൈസ്, ഇതിൽ കയറിയിട്ട് ഞങ്ങൾ പതുക്കെയാണ് പോകുന്നത്. ഇത് ഫാസ്റ്റിലൊന്നും പോടില്ല. ഇനി ഓന് ഒരാൾക്കാണോ 120 പറഞ്ഞാവോ? ഓ ഗായ്സ്, കിട്ടിലൻ ഒരു ടെമ്പിൾ കേട്ടോ. ഇതാണോ വാട്ടറും അല്ലല്ലോ? ഭയങ്കര രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. നൈറ്റ് തായ്ലാൻഡ് കാണാൻ വേറെ തന്നെ രസമാണ്. പൊളി. ഹോംലെസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അല്ലേ? റോഡ് സൈഡ് കിടന്നുറങ്ങുന്ന ഒരുപാട് വെയിലെ കാണുന്നുണ്ട്. കൈ സൗണ്ടിന് വേണ്ടി കയറിയത്.
ഇത് ഇയാള് പാവം നല്ല സത്യസന്ധനായ ഒരു മനുഷ്യനാന്ന് തോന്നുന്നത്. നിയമങ്ങളൊക്കെ പാലിച്ചു പോകുന്നത് അതുകൊണ്ട് ഇയാളെ റോട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് എല്ലാം നോക്കിയാണ്. അയ്യോ അവസാന ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പൊ നല്ലൊരാളെ പിടിക്കണം അല്ലേ നമ്മള് ഗൈസ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നല്ലൊരാളെ പിടിക്കണം. ഇവിടെ ഫാസ്റ്റ് നോ സ്ലോ ഇങ്ങനെ. സോ ഗൈസ് ഗുഡ് മോർണിംഗ്. ഇത് പിറ്റേ ദിവസമാണ്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ട് മൊത്തത്തിൽ കോളായി. ഡേ മൊത്തത്തിൽ കോളായി. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു കിടിലൻ ജേണി ഇവിടുന്ന് പോവുകയാണ്. അത് രാത്രിയേ പോകുള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഞങ്ങളത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയാണ്. അതിൻ്റെ കൂടെ തായ്ലാൻഡ് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് ഉണ്ട്. ആൽക്കഹോളിക് ഡ്രിങ്ക് ഒന്നുമല്ല, ഒരു എനർജി ഡ്രിങ്ക് പോലത്തെ ഒരു ഡ്രിങ്കാണ്. അത് 2-3 ഡ്രിങ്ക് ചേർത്തിട്ടാണ് ആ ഡ്രിങ്ക് ഉണ്ടാക്കുക. അത് 7-Eleven എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുക. സോ നമുക്കതൊക്കെ ഒന്ന് കാണാം. പിന്നെ ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കിട്ടുന്നതൊക്കെ കാണിച്ചാൽ. സോ ഗൈസ് ടൈം ടു മേക്ക് ദ വൈറൽ 7-Eleven. എന്ത് എനർജി ഡ്രിങ്ക് അല്ലേ? ഇതാണ് ഇവിടുത്തെ 7-Elevenത്തെ ഫേമസ് എനർജി ഡ്രിങ്ക്. ഓക്കെ ഞാൻ എടുക്കാം 2ലും വീഡിയോ. നീ ഉണ്ടാക്കിക്കോ. ഓക്കെ ഗൈസ് ആദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു കുപ്പി എടുക്കുക. ഏത് ഒഴിച്ചാലും കണക്കല്ലയോ? അത് ഒഴിക്കുക. സിംഗിളാ എന്താണ്? സിംഗ റെഡ് ലെമൺ സോഡ. തെറിക്കി നോക്കിയോ പതുക്കെ. ഓക്കെ അത് മൊത്തം അതിലോട്ട് വയ്ക്കുക. അപ്പോൾ ഒരു പിങ്ക് കളർ വരും. ഓക്കെ ഇനി വിറ്റാമിൻ. അടുത്തതായിട്ട് നമ്മൾ വിറ്റാമിൻ ഓറഞ്ച് സി വിറ്റ്. ഇതോടെ നമ്മുടെ ക്ഷീണം എല്ലാം മാറുമെന്നാണ് പറയുന്നത്. അതെ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്ഷീണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്. അതും കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് സാധനം വിറ്റാമിൻ എ സി ഇ. വിറ്റാമിൻ എയും സിയും ഇയും ഉണ്ട്. പൊട്ടിച്ചിട്ട് അറിയില്ലോടാ. ഒന്ന് ഇളക്ക്. ഒരു വിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കുടിയാണല്ലോ. എനർജി ഡ്രിങ്ക് ഞാനുണ്ട്. ഓക്കെ കഴിക്കട്ടെ. സൂപ്പർ സാധനം. ഗൈസ് സാധനം രസമുണ്ട്. ഇതിന് 15 ബാത്ത്, ഇതിന് 13 ബാത്ത്, അതിന് 17 ബാത്ത്. മൊത്തം ഒരു 60 രൂപയ്ക്ക്, അതായത് $2-3 നമുക്കിത് സെറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങളിവിടുന്ന് പപ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ റോള്. ഇതാണ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ മാത്രമായിട്ട് കുടിക്കാതിരിക്കേണ്ട. ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ എന്ന് ചോദിക്കരുത്. കാരണം തായ്ലാൻഡ് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ഒന്ന് കുളിച്ചു കുട്ടപ്പനായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നട്ടുച്ച നേരമാണ്, പേരും വെയിലാണ്. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ കോഫി കുടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു ഓൾഡ് ആൻറ്റി ഉണ്ടാക്കുന്ന ഒരു കോഫി ഉണ്ട്. അതായത് ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടല്ല, ഭയങ്കര ഫണ്ണി രീതിയിലാണ് പുള്ളിക്കാരി അത് ഉണ്ടാക്കുക. അപ്പം ഭയങ്കര ഫേമസ് ആണ് അത് ടിക്ടോക്കിൽ. ഇൻസ്റ്റാഗ്രാമിൽ അത്ര കണ്ട് ഫേമസ് അല്ല, ടിക്ടോക്കിൽ ഭയങ്കര ഫേമസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാനിന്ന് ഫേമസ് ആക്കാത്. സോ നമ്മൾ ഇന്ത്യയിൽ അധികം ഫേമസ് അല്ല അത് ഈ ഫിലിപ്പീൻസിലും. ഇവനാണ് എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനൊരു സ്പെഷ്യൽ കോഫി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പോയിട്ട് കുടിച്ചേക്കാം. നമ്മളെ റൂമിൽ നിന്ന് വെറും 800 മീറ്റർ മാറിയിട്ടാണ്.
അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് ട്രൈ ചെയ്യണം. അത് വൈകിട്ട് 3 മണി വരെ ഉള്ളൂ. സോ എന്നൊക്കെ ഇപ്പോൾ നട്ടുച്ചയായെങ്കിൽ നമ്മൾ നേരത്തെ പോയി അത് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ടൗണിൻ്റെ ഒത്ത നടുക്ക് കൂടെ വലിയൊരു ക്രോസിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, നല്ല രസമുണ്ട്. നമുക്ക് സിഗ്നൽ ഉണ്ടായിട്ടും എന്താ, വണ്ടികളൊക്കെ പറന്ന് പോവുകയാണല്ലോ. ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ കോഫീൻ്റെ പേരെന്താണെന്നും എല്ലാം നമുക്ക് പോയിട്ട് അന്വേഷിക്കാം. പുള്ളി പറഞ്ഞ ഒരു അറിവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയൊക്കെ ട്രൈ ചെയ്യാം. ഫൈനലി നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ആൻറ്റി മിത്ത് കോഫി ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര്. പുള്ളിക്കാരിൻ്റെ പേരായിരിക്കും നിദ് എന്നെങ്ങാനും. അക്കാണെന്നാണ്, ഭയങ്കര ഫേമസ് ആണ്. ലെറ്റ്സ് ഗോ ആൻഡ് ഓർഡർ സം കോഫി. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്, ഞാനുണ്ട്, ഇവനുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ആൻറ്റി നിത്തിൻ്റെ കോഫി എങ്ങനെയുണ്ട്. ഇതാണ് പുള്ളിക്കാരി. ഓക്കെ ഓക്കെ 3. ആ ഓക്കെ ഓക്കെ. ആ സംഭവം വെറൈറ്റിയാണ്. ഇതെന്ത് സംഭവിക്കുന്നറിയില്ല. നമുക്ക് കഴിച്ചു നോക്കാം. ഒന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ നമുക്ക് ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. ഓക്കെ 2 and Thai Nescafe 1 Nescafe 1 Thai milk tea 2 total. സോ അമ്മച്ചി എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്ന രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അമ്മച്ചി ഒരു വലിയ ക്ലാസ് എടുക്കും. അതുപോലത്തെ ഒരു വലിയ ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ്സിലോട്ട് നമ്മൾ പറയുന്ന രീതി, ഇപ്പം പാലാണെങ്കിൽ പാല്, ഇല്ലെങ്കിൽ വേറെ എന്തുവാന്ന് വെച്ചാൽ അത് ആദ്യം തന്നെ ഒരു 3 കപ്പ് പഞ്ചസാര ഇടും, ഒരു ലോഡ്. ഇവിടുന്ന് ഒരു 3 ദിവസം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വരും. അമ്മ വലിയൊരു അരിപ്പയൊക്കെ ഉണ്ട്. അതിൽ അമ്മച്ചി ഫുള്ള് സാധനമൊക്കെ എടുത്ത് സെറ്റാക്കി ഈ ക്ലാസ്സിലല്ല നമ്മൾ കുടിക്കുക കേട്ടോ. അമ്മച്ചി മൊത്തം ടേക്ക് എവേയാണ്. അത് ചൂടുവെള്ളമാണ്. ഫുള്ള് ടേക്ക് എവേയിലാണ് അമ്മച്ചീൻ്റെ പരിപാടി. ഉണ്ടോ, ഇളക്കി 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 ഫുള്ളായിട്ടിരുന്ന് ഇളക്കും അമ്മച്ചി. ഇളക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നൈസാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, ഇതിന് ശേഷം ചെയ്യുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. നമുക്കിത് ഹോട്ടായിട്ട് വേണമെങ്കിൽ ഹോട്ടാക്കാം, ഇല്ലെങ്കിൽ തണുത്തിട്ടാണ് വേണമെങ്കിൽ തണുത്തിട്ടാക്കാം. അമ്മച്ചി അതിൻ്റെ ഇടയ്ക്ക് ഓരോ ജ്യൂസൊക്കെ അവിടെ പോയി കുടിക്കും. ഉണ്ടോ, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അമ്മച്ചി. അതിന് ശേഷം അമ്മച്ചി ഒരു വലിയ കവർ അങ്ങോട്ട് എടുത്തിട്ട് അതിലോട്ട് ഫുൾ ഐസ് നിറയ്ക്കാൻ വേണ്ടി പോകണം. കുത്തി നിറയ്ക്കും ഒരു കവറ്, ഒരു 50 പൈസേൻ്റെ കവറ് മൊത്തത്തിൽ ഐസാണ് നിറച്ചിട്ട് അതിലോട്ട് അമ്മച്ചി ഈ സാധനം ഇടും. സെറ്റ് സാധനം റെഡി. അതിനുശേഷം 2 സ്ട്രോയും ഇട്ട് അമ്മച്ചി ഒരു റബ്ബർ ബാൻഡ് വെച്ച് അതങ്ങ് ടൈറ്റ് ചെയ്യും. നൈസ്. എന്നിട്ട് ഇവരൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ക്ലാസ് അല്ല കവർ പാക്ക്, ആ പാക്കിലിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് നൈസ് ഗൈസ്. സോ ഗൈസ്, നമുക്കിതിൻ്റെ 2 ടേസ്റ്റ് അറിയണം. ഇത് നമ്മളെ തായ് മിൽക്ക് ടീ വിത്ത് ഐസ്, ഇത് തായ് നെസ്കഫെ വിത്ത് കോഫി. അപ്പം ഇതിലേതാ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്തേക്കാം. ആദ്യം തന്നെ നമുക്ക് ചായ കുടിക്കാം. അത് ഭയങ്കര മധുരം. കട്ടൻ ചായയിൽ ഇത്തിരി പാൽ വെച്ചിട്ടുണ്ട്. പാലിൻ്റെ ചുവയില്ല, കട്ടൻ ചായൻ്റെ ചുവയില്ല, ആകെ മൊത്തം ഓക്കെ വാട്ടച്ചായ എന്ന് പറയില്ലേ, ആ സംഭവമായി. സ്വർഗം. കോഫി ഗൈസ്, കോഫി നെസ്കഫെ കോഫി വിത്ത് മിൽക്ക് കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യേണ്ടത് കോഫിയാണ് കേട്ടോ. മസ്റ്റായിട്ട് കോഫി ട്രൈ ചെയ്തോളി. ലൊക്കേഷൻ ഇതാ ഇവിടെ കൊടുത്തേക്കാം. ഇത് ഗൂഗിൾ മാപ്പിൽ അടിക്കാം, നേരെ വരിക. കുഷ്വാൻ റോഡിൻ്റെ തൊട്ടടുത്താണ്. അവിടെ നിന്ന് ഒരു 800 മീറ്റർ മാറിയിട്ടാണ് ഇതുള്ളത്. എന്തായാലും ഈ ലൊക്കേഷൻ നോക്കി വരിക. മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ടേസ്റ്റ് ബഡ്സ് അല്ല നിങ്ങളത്.
ചിലപ്പോൾ നിങ്ങൾക്ക് ചായ ആയിരിക്കും ഇഷ്ടപ്പെടുക. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ ഒപ്പീനിയൻ നോക്കി വെക്കാം. അപ്പോൾ 1-ന് 40 ബാത്ത് കേട്ടോ. അപ്പോൾ നമ്മളെ ബാങ്കോക്ക് ദിവസങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സ്പെഷ്യൽ കോഫി, സ്പെഷ്യൽ 7-Eleven, പട്ടായ നിങ്ങോട്ടുള്ള യാത്ര എല്ലാം കൂടിയായിട്ട് ടയേർഡാണ്. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഞങ്ങൾ പുതിയൊരു സ്ഥലത്തോട്ട് പോവുക, ചാങ് മായ്, തായ്ലാൻഡിൻ്റെ നോർത്ത് ഭാഗത്തോട്ട്. സോ ഇന്ന് രാത്രി ട്രെയിനാണ്. അപ്പം ട്രെയിൻ ജേണി മുതൽ നമുക്കൊരു പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളൊരു സിറ്റി ലൈഫ് വിട്ടിട്ട് ഒരു ടൗൺ ലൈഫിലോട്ട് പോവുകയാണ്. അതൊരു ചെറിയ ടൗണാണ് ചാങ് മായ് എന്ന് പറയുന്നത്. അവിടെ ഫുള്ള് വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ബൈക്ക് റെൻറ്റിനടുത്തൊരു യാത്രയൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ആരും കാണാത്തിരുന്നില്ല. യെസ് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു വട്ടം പോയി രാവിലെ അവിടെ ഇറങ്ങി, വൈകിട്ട് ഞാനൊരു സ്റ്റിക്കി റേസ് കടിച്ചു. എനിക്ക് ഓൾറെഡി ഇവിടെ പല്ലുവേരുണ്ടായിരുന്നു, ഇവിടെ കൂടി പല്ലുവേര വന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നു. 2 ദിവസം കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലെത്തി പല്ലുവേര കയറണം. അന്ന് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു യാത്ര മിസ്സായിപ്പോയത്. സോ ഈ വട്ടം ഞാനവനും അത് പിടിയും തകർക്കും. ഓ എൻ്റെ ഇവിടെ മഴക്കാലമാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വെയിലുമാണ്, എക്സ്ട്രീം ഹീറ്റ്. നാട്ടിലേക്കാടി ഭയങ്കര ചൂടല്ല വിങ്ങൽ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.